ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. ഇന്ന് ക്ലീനിങ് മാത്രമല്ല, ഞാൻ രാമൻ്റെ സ്കൂളിലേക്ക് അവന് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റും കൂടി പർച്ചേസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലെ എണീറ്റപ്പോൾ രാജുക്കുട്ടൻ എൻ്റെ ഒപ്പം എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അവന് മാത്രമല്ല, രാമനാണെങ്കിലും രാവിലെ എണീറ്റ കൊച്ചു ടീ വെക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു മാൻഡേറ്ററി മാറിയിട്ടുണ്ട്. മുന്നേ അവർ കാണില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊച്ചു ടി വി വെക്കണം. അപ്പോൾ അതിൽ ഗണേശൻ്റെ എന്തൊരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് രാമന് കുളിക്കാൻ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ ചൂടുള്ളതിലാണ് അവൻ കുളിക്കുന്നത്. പിന്നെ എന്താ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അച്ഛന് വേണ്ടിയിട്ടാണ്. ഞാനും പിള്ളേരും രാവിലെ ചായ കുടിക്കാറില്ല. പിന്നെ അവൻ എക്സാം ആയതുകൊണ്ട് ചോറൊന്നും വേണ്ട, അല്ലെങ്കിൽ ടിഫിൻ മാത്രം കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഓറഞ്ചും പിന്നെ കുറച്ച് നട്ട്സും ബദാമും പിന്നെ നമ്മുടെ കാഷ്യൂനട്ട് അതാണ് കേട്ടോ നട്ട്സിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരത് കഴിച്ചോളും. അങ്ങനെയാണേ. അപ്പോൾ അതേ രാമൻകുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനുള്ള ലഞ്ചും പിന്നെ വെള്ളവും അത് മാത്രം നമ്മൾ കൊടുത്തു വിട്ടാൽ മതിയാവും കേട്ടോ. അങ്ങനെ പിന്നെ അതേ ഞങ്ങൾ റെഡിയാക്കി അവനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തിരി വാശിയുണ്ടായിരുന്നു കേട്ടോ. അവന് ഫുഡ് കഴിക്കാൻ കഴിയില്ല. പിന്നെ അവന് മാത്സ് ആയിരുന്നു ഇന്നത്തെ എക്സാം. അപ്പോൾ അത് ഞാൻ പഠിപ്പിക്കാൻ എപ്പോഴും ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും കുറച്ച് നേരം. അപ്പോൾ അവനിന്ന് പഠിക്കാൻ കഴിയില്ല, അത് വേണ്ട, പുട്ട് അവന് വലിയ താല്പര്യമില്ല രാവിലെ കഴിക്കാനായിട്ട്. എന്നാലും ഇടയ്ക്കൊക്കെ അവൻ കഴിച്ചോളും. അപ്പോൾ അത് കഴിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ എന്തോ ഒരു മൂടോട്ടിലായിരുന്നു എന്ന്. പിന്നെ അത് രാവിലെ ഇറങ്ങിയപ്പോൾ അമ്മ കൊണ്ടുവന്ന് ആക്കണ്ട, ഞാൻ തന്നെ ഇന്ന് പോയിക്കോളാം, തന്നെ വണ്ടിയിൽ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് തന്നെ ബാഗൊക്കെ എടുത്ത് ഇടാൻ കേട്ടോ. അങ്ങനെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി വന്നിട്ട് എപ്പോഴും പടിഞ്ഞാറ് പോയിട്ട് തിരിച്ചിട്ടാണ് വണ്ടി വരുന്നത്. അപ്പോഴേക്കും ഞാൻ ഗേറ്റ് തുറന്ന് കൊടുക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇവന്മാർ നേരത്തെ പോയി റോട്ടിൽ നിൽക്കും. അങ്ങനെ അപ്പം എന്നോട് അമ്മ ഇവിടെ തന്നെ നിന്നാൽ മതി, ഗേറ്റ് തുറന്നിട്ട് ഉള്ളിൽ തന്നെ നിന്നു എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടിയിൽ തന്നെ കയറിക്കോളാം, എന്നെ കയറ്റണ്ടെന്നൊക്കെ പറഞ്ഞത്. ആൾ തന്നെ കയറിപ്പോയി. അങ്ങനെ രാമൻ പോയിക്കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നെ വെറുതെ ഇരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അത് പുട്ടും പിന്നെ ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ ഞാൻ ബൂസ്റ്റ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അജുവിനും കൊടുത്തു. അവനും അതിൻ്റെ ഇടയ്ക്ക് കഴിക്കലും കാര്യങ്ങളും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ നിങ്ങളുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു? നിങ്ങളിങ്ങനെ ക്ലീനിങ് ചെയ്യാറുള്ളവരാണോ? അപ്പോൾ നമ്മൾ ഇയർ എൻഡിങ്ങിലൊക്കെ ഒരു ക്ലീനിങ് നല്ലതാണ്. നമ്മൾ ഉപയോഗിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളയുക. നമ്മൾ ഇതുവരെ എന്ന് വെച്ചാൽ ഒരു വർഷമൊക്കെ ആയിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നമ്മൾ വീടൊന്ന് ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കൊരു ഫ്രഷ് മൈൻഡ് തോന്നും. പിന്നെ പതിവ് പോലെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ പാത്രങ്ങൾ പെട്ടെന്ന് കഴുകി വെക്കണം കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം ഞാനും അജുക്കുട്ടനും റെഡി ആയിട്ടോ. റെഡി ആയി കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കല്ലേ അവന് സ്ഥിരമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഓട്ടോ ഒന്നും വിളിച്ചില്ല. ഞാനും അജു നടന്നാണ് കേട്ടോ കടയിൽ പോയത്. ഞങ്ങൾ നടന്ന് പകുതി എത്തിയപ്പോഴും കുറേ പട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ കയറി നിന്നു. അങ്ങനെ വീട്ടിലെ ചേട്ടൻ പട്ടീനെ ഓടിച്ചു വിട്ടു. പക്ഷെ ഞങ്ങൾ വീണ്ടും നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പട്ടികൾ തമ്മിൽ തല്ലു പിടിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മീത്തോട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ വേറൊരു ചേട്ടനും ചേച്ചിയും കൂടി വണ്ടിക്ക് പോയപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്ത് പറ്റി മോളെന്ന് വെച്ചപ്പോൾ ഞാൻ പട്ടികൾ വന്നിട്ട് ഇങ്ങനെ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവരാണ്ടോ ഞങ്ങൾ റോഡ് വരെ പതുക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ റോഡ് വരെ എത്തിച്ചത്. ഇത് കണ്ടില്ലേ, ഇതാണ് സുവർണ്ണ. നമ്മൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് വാങ്ങാനായിട്ടും സുവർണ്ണയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ദേ വന്നപ്പോൾ തന്നെ അവനൊരു ഓട്ടോയും ബബിൾസും കണ്ടിട്ട് അത് കയ്യിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ വേണ്ടി രണ്ടും വേണമെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കാണ്ടോ. കടയിൽ വെച്ച് അത് എറിയ വരെയും ചെയ്തു. അവന് കുറച്ച് വാശിയുള്ളൊരു കൂട്ടത്തിലാണ്. പിന്നെ അതേ അപ്പം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ ഓട്ടോയിൽ കയറ്റി. ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴും അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവന് ജ്യൂസും മിഠായിയും വാങ്ങിച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് രണ്ടും വാങ്ങിച്ചില്ലേ, ഇനി ജ്യൂസ് ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പറയുമ്പോൾ തന്നെ എല്ലാം വാങ്ങിച്ചു കൊടുക്കരുതല്ലോ. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു ലൈം ജ്യൂസ് കലക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ച് കൊടുത്തേക്കുണ്ട്. അപ്പോൾ അതേ സുവർണ്ണയിൽ നിന്ന് ഞാനൊരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ മോയ്സ്ചറൈസർ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ ഫോക്സ് ടെയിലിൻ്റെ. പിന്നെ അത് എൻ്റെ റോളോണും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു റോളോണും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് രാമൻ്റെ ഗിഫ്റ്റ് പൊതിയാനുള്ള പേപ്പറും പിന്നെ താങ്ക്സ് ആയിട്ട് ഇങ്ങനെ എഴുതുമല്ലോ അതിൻ്റെ ചെറിയൊരു കാർഡും പിന്നെ ഞാൻ ഹെന്ന വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു കപ്പാണ് കേട്ടോ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത്. അപ്പോൾ ഇവർക്ക് 100 രൂപയുടെ ഗിഫ്റ്റ് മതിയെന്ന് ടീച്ചർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ലൈറ്റ് തെളിയണം അതും ഇതൊക്കെ കണ്ടു. പിന്നെ അത് പിള്ളേർ പെട്ടെന്ന് അങ്ങ് നശിപ്പിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കപ്പാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചു.
ദേ അജിക്കുട്ടൻ പിന്നെ ബബിൾസൊക്കെ ഊതി അവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അവൻ ഇനി അവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ ഞാനിനി ബാക്കി എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോയി വന്നപ്പോഴേക്കും ഏകദേശം 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും രാമൻ വരും. അപ്പോൾ ഇന്നലെ ക്ലീൻ ചെയ്തതിൻ്റെ ഈ ബാസ്ക്കറ്റിലും ആ ഓർഗനൈസറിലും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അലമാരിയാണ് കേട്ടോ നോക്കിയത്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചു. പിന്നെ അലമാരിയൊക്കെ തുറന്നു. പിന്നെ അലമാരിയിൽ 2 പോർഷൻ നമ്മൾ ക്ലീൻ ചെയ്ത് പിള്ളേരുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ 3ാമത്തെ തട്ട് ദേ അതിലും ഇങ്ങനെ കിറ്റിൽ ദേ കുറേ സെറ്റും കൊണ്ടിരിപ്പുണ്ട് അച്ഛമ്മ മാറ്റി വെച്ചത്. അപ്പോൾ അതൊക്കെ വേറെ സ്ഥലത്തോട്ട് എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളുണ്ട്. പിന്നെ ബെർത്തിൻ്റെ മുകളിൽ കുറേ ബാഗും കാര്യങ്ങളും ഇരിപ്പുണ്ട്. അതിൽ നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു പിള്ളേരുടെയും എൻ്റെയൊക്കെ. അപ്പോൾ എനിക്കിപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ മുകളിലിട്ടതാണ്. പക്ഷേ മുകളിലിട്ട് അതൊക്കെ ചീത്തയായി പോവുകയാണ് അങ്ങനെ ഓരോന്നും ഓരോ കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വേറെയൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോഴേക്കും ദേ രാമൻകുട്ടൻ വന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കണം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു രാമനും എല്ലാ എക്സാം സൂപ്പറാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവന് ഫുഡ് കൊടുത്തു. അതിന് ഞാനും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ അറിയാമല്ലോ ഞാനങ്ങനെ പൊതുവേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറില്ല. എനിക്കെന്തോ ചോറിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ചപ്പാത്തിയും മുട്ടയും പിന്നെ രാവിലെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അത് കൊച്ചു ടി വി അതുപോലെ വെച്ചിട്ടുണ്ട്. കടയിലേക്ക് നടന്നു പോയി വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ മോഹനൻ്റെ ഒരു ബുക്കാണ് കേട്ടോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുക്ക് വായിക്കുന്നവരുണ്ടോ? അപ്പോൾ എന്തെങ്കിലും ബുക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഈ വർഷത്തെ റെസൊല്യൂഷൻ ആയിരുന്നു ബുക്ക് വായിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പേപ്പർ ബാഗ് ബുക്കുകളില്ലേ അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ റെസൊല്യൂഷനെ പറ്റി ഞാൻ വായിച്ച ബുക്കിനെയൊക്കെ പറ്റിയും വീഡിയോസ് ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ആ വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ വായിക്കാനുള്ളതൊക്കെ വായിച്ചു. കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്ത് തന്നതിന് ശേഷം രാമനെ ഞാൻ EVS പഠിപ്പിച്ചിട്ടോ. അപ്പോൾ അവന് നാളെ ഇനി EVS ആണ് എക്സാം. അപ്പോൾ ആ എക്സാമോടെ അവരുടെ എക്സാമൊക്കെ തീർന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് നാളെ തന്നെ ഗിഫ്റ്റ് കൊടുക്കലുള്ളത്. അത് കഴിഞ്ഞ് ഫ്രൈഡേ അവർക്ക് സെലിബ്രേഷൻ. അങ്ങനെയാണ് കേട്ടോ ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ മോളിൽ നിന്ന് ഞാൻ വലിച്ചിട്ട് എല്ലാ ബാഗുകളും താഴെ കിടപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഓരോരോ ബാഗുകൾ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാത്തിലും അതുപോലെ പിള്ളേരുടെ ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ. എല്ലാത്തിലും ഇടാത്തതുകൊണ്ട് ഇട്ടതുകൊണ്ട് ചീത്തയായിട്ടുള്ളതും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം കൂടി വാരിക്കിട്ടി കൊണ്ടുവന്നതാണ്. അത് നേരെ ബർത്തിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ടു. പക്ഷേ അവിടെ കിടന്ന് ഇനി നശിഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്ലീൻ ചെയ്യാൻ മുതിർന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇയർ എൻഡിങ് അല്ലേ, നമുക്ക് എല്ലാം മാറ്റി ഒന്ന് ഫ്രഷ് ആൻഡ് ക്ലീൻ ആക്കണമല്ലോ. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഇഷ്ടമാണ്. മീൻസ് നമ്മളാ ഒരു ഫ്രഷ് ഫീൽ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞ് എല്ലാം മാറ്റി. അപ്പോൾ ഇതുവരെ അത് ചെയ്യാത്തവരൊക്കെ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ കേട്ടോ. നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും തന്നെ നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകണ്ട. അപ്പോൾ ഞാൻ പതിവ് പോലെ എല്ലാ ബാഗിനും എല്ലാം കൂടി വലിച്ചു വാരിടാതെ ഓരോന്നായിട്ട് നോക്കി. പിന്നെ പതിവ് പോലെ തന്നെ സോർട്ട് ചെയ്തു. വേണ്ടത് വേണ്ടാത്തത് നല്ലത് പിന്നെ വീട്ടിലിടാൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് എല്ലാം മടക്കി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടു. അപ്പോൾ ഈ എല്ലാം മടക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ കുറേ ഒന്നും വീഡിയോ എടുക്കാൻ. ബ്ലൂ കളറിലെ സ്റ്റോറേജ് ബാഗ് ഞാൻ 2-3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 6 സെറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അത് ഒതുക്കിയപ്പോൾ എല്ലാത്തിൽ നിന്നും കിട്ടിയതാണ് ഈ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിൽ കേക്കൊക്കെ വെക്കില്ലേ ആ ഒരു സംഭവം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് രാമൻ്റെ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്യുന്ന കേക്ക് മുതൽ നമ്മൾ എപ്പോഴൊക്കെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ കൂട്ടി കളയാണ്ട് ഞാൻ വെച്ചേക്കാണ്ടോ. പക്ഷേ ഇതുവരെ ഞാൻ അത് ഉപയോഗിച്ച് ക്രാഫ്റ്റ് ഒന്നും ചെയ്തില്ല. ഒരിടയ്ക്ക് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല കേട്ടോ. പിന്നെ ഇത് ബർത്തിലെ കണ്ടില്ലേ നമ്മൾ ബാഗെല്ലാം താഴെ ഇട്ടതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡും കൂടി അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത് എനിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റില്ല. അച്ഛനോട് കൊണ്ട് എപ്പോഴെങ്കിലും അത് എടുപ്പിച്ചിട്ടത് മാറ്റി വെക്കണം. പിന്നെ അത് ഇന്ന് നമ്മൾ ഇത്രയും തുണികൾ മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടാത്തത് ഞാൻ പിന്നെ ഇട്ടിട്ടും അടുത്തതൊക്കെ കൂടി ഞാൻ മാറ്റിയിട്ടോ. എനിക്കിനി അതൊക്കെ ഒന്നും വേണ്ട. കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ ഇങ്ങനെ നശിഞ്ഞിട്ടുണ്ടായിരുന്നു, കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കിനിപ്പോൾ അതൊക്കെ ഇടാനുള്ള മൂടൊക്കെ പോയി. അപ്പോൾ ഞാനതെല്ലാം മാറ്റിയിട്ടോ. പിന്നെ അത് അലമാരി നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ മടക്കി 3ാമത്തെ
വട്ടം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഈ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിന് കൊളുത്തിടാമെന്ന് വിചാരിച്ചു. ഈ കൊളുത്ത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബർത്ത്ഡേക്കൊക്കെ അലങ്കരിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കൊളുത്ത്. അപ്പോൾ 20-എന്നുള്ളൊരു സെറ്റായിരുന്നു കേട്ടോ അത്. പിന്നെ അത് ഈ ലൈറ്റൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അത് കെട്ടുപിണഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മര്യാദക്കാക്കി അച്ഛന് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അതൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ 2 ട്രീ ഉണ്ടായിരുന്നു. ഒരു ട്രീ മാത്രമേ ആദ്യം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നപ്പോൾ ഇത് 2ാമത്തെ ട്രീയും നമ്മൾ വെറുതെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ വേറൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് കണ്ടോ, ഇത് ഞാൻ അവൻ്റെ 2nd ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ആ ലൈറ്റിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് അലങ്കാരങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ട്രീ അലങ്കരിച്ചിട്ടുണ്ട്, പിന്നെ ഈ ഒരു സ്റ്റാർ, പിന്നെ 2 ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അവിടെ ഞങ്ങളുടെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ ഞാൻ കുളിച്ച് വന്നിട്ട് കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. പിന്നെ നമ്മൾ പുൽക്കൂട്ടിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഞാൻ പുൽക്കൂട് വെക്കുന്നില്ല. കാരണം എനിക്ക് അതും കൂടി ഇനി ചെയ്യാനുള്ളൊരു ആവത ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ഞാൻ പിള്ളേരെ പോയി ഉറക്കിട്ടോ. പിള്ളേരെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ രാമൻ്റെ ഗിഫ്റ്റ് ഞാൻ പൊതിയാൻ എടുത്തത്. അതായത് നാളെ അവനത് പോകുമ്പോൾ കൊടുത്തു വിടണം. അപ്പോൾ നാളെ, അതായത് വ്യാഴാഴ്ച അവർക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും പിന്നെ ഫ്രൈഡേ അവർക്ക് സെലിബ്രേഷനും ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പെട്ടി അമ്മനോട് ഓഫീസിൽ നിന്ന് ഒരു പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നുണ്ടോ. ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങാൻ പോയ കടയിൽ നിന്ന് എനിക്ക് പെട്ടി കിട്ടിയില്ലായിരുന്നു. അങ്ങനെ സെല്ലോ ടേപ്പൊക്കെ വെച്ച് നല്ല സെക്യൂറായിട്ട് അത് വെച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ച പേപ്പറും കൊണ്ട് അതൊക്കെ ഞാൻ നല്ല പൊതിഞ്ഞ് അങ്ങനെ സെറ്റാക്കിയൊക്കെ വെച്ചു. പിന്നെ പിള്ളേരുടെ പേര് എഴുതി കൊടുത്തു വിടണം. അതായത് ഇവർക്ക് നേരത്തെ തന്നെ ഫ്രണ്ടിന് എടുത്തിട്ടില്ല. നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ട് സ്കൂളിൽ വെച്ച് ഫ്രണ്ടിന് എടുത്തിട്ട് അപ്പോൾ തന്നെ കൊടുക്കൂലേ, ആ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബോയാണോ ഗേളാണോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ കപ്പ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇവന്മാരെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. കാരണം 2 പേരും മുന്നിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്കും പിന്നെ എല്ലാം വേണ്ടി വരും, കപ്പ് വേണ്ടി വരും. പിന്നെ ആകെ ബഹളമായി. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവന്മാരെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് സമാധാനമായിട്ടിരുന്നാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം തന്നെ ഞാൻ കൈയോടെ ബാഗിലെടുത്ത് വെക്കുകയും ചെയ്തു കേട്ടോ. കാരണം പിറ്റേ ദിവസം രാവിലെ പിന്നെ മറന്നുപോയാൽ അതൊരു ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊതിഞ്ഞു. അവൻ്റെ പേരൊക്കെ എഴുതി എല്ലാം സെക്യൂർ ആക്കിയിട്ട് ബാഗിലോട്ട് എടുത്ത് വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോയി ഫ്രഷായി മുടിയൊക്കെ കെട്ടി ഞാനും കിടന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.